എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ബിജോയ്. ഞങ്ങൾ ചേർപ്പങ്കൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് 1000 നന്ദി പറയുകയാണ്. 2024 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ പ്രത്യേക നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഞാൻ സൗദിയിലും ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് OET 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ഒരു കസിൻ തന്നെ എന്നെ OET പഠിപ്പിക്കാൻ റെഡിയായി. അങ്ങനെ അവളുടെ ഹെൽപ്പോടുകൂടി OET പഠിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഒരു ഡേറ്റ് ഞാൻ എടുത്തു. അതിന് എനിക്ക് കിട്ടിയ ഡേറ്റ് ജൂൺ 21 ആയിരുന്നു. അത് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടു. ഈ ജൂൺ 21 എന്നുള്ള ഡേറ്റ് അല്ലെങ്കിൽ 21 എന്നുള്ള ഡേറ്റ് ഞാൻ കുറേ സാക്ഷ്യങ്ങളിൽ കേട്ട് അങ്ങനെയാണ് ഈ ഡേറ്റ് എടുത്തത്. എക്സാമിന് ഞാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ടായിരുന്നു. അതുപോലെ വെഞ്ചരിച്ച് തൈലവും തേച്ചുകൊണ്ടാണ് പോയത്. വെള്ളത്തിൽ ഞാൻ ഉപ്പും ഇരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 3 മൊഡ്യൂളും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് വന്നു, വളരെ ടഫായിരുന്നു. ഞാൻ കിട്ടില്ല എന്ന്. പക്ഷേ എക്സാം റിസൾട്ട് വന്നു. അത് ചൊവ്വാഴ്ചയായിരുന്നു. ഞാനൊരു നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു അവിടെ വെച്ച്. റിസൾട്ട് വന്നത് നൈറ്റ് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് റിസൾട്ട് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ എന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഈ സ്പീക്കിങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും ലഭിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് DL എന്ന് പറയുന്ന ഡിസിഷൻ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. വളരെ പ്രയാസമായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് ചെറുതായിട്ട് ഉടമ്പടി ഉഴുപ്പാനും തുടങ്ങി. അപ്പം DL കിട്ടുന്നില്ലായിരുന്നു. ഡിസംബറിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. DL എനിക്ക് ഈ പേപ്പർ കൂടാതെ എനിക്ക് DL കിട്ടി, വിത്തൗട്ട് എനി ക്വയറി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ. ആ സമയത്ത് ഇൻ്റർവ്യൂ അയർലൻഡിലോട്ടൊന്നും കിട്ടുന്നേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഒരു ഇൻ്റർവ്യൂ എനിക്ക് മാസങ്ങളോളം കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാരണം വന്ന് അതെല്ലാം ഉഴപ്പിപ്പോവായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു റൂമിൽ. ഹസ്ബൻഡ് ഇല്ല കൂടെ, എല്ലാവരും ഒറ്റയ്ക്ക്. അങ്ങനെ എനിക്ക് ഒരുമാതിരി ഡിപ്രഷൻ സ്റ്റേജ്, ചുമ്മാ ഇരുന്ന് കരയുക, എല്ലാവരോടും ദേഷ്യപ്പെടുക, അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു റിസൈൻ ചെയ്യാം. മുന്നിൽ മാർഗ്ഗങ്ങളൊന്നുമില്ല. അയർലൻഡ് വേണോ കുവൈറ്റ് വേണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവിടുന്ന് എങ്ങനെയൊക്കെ ഇറങ്ങുക അത്ര മാത്രമേ തീരുമാനിച്ചുള്ളൂ. അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ച സമയത്ത് ദൈവകൃപയാൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് എക്സാം വിസ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി അറിയാൻ പറ്റി. ഇന്ത്യയിൽ നിന്ന് വെക്കുന്ന എക്സാം വിസ എല്ലാം റിജക്ഷനാണ്. അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഹസ്ബൻഡ് ഈ സമയത്ത് ഇവിടെ വന്ന് 2 പ്രാവശ്യം ഉടമ്പടി ആഗണ്ഡജമാല റാലിയിൽ ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസത്തെ ലീവ് എടുത്ത്. അതുപോലെ സൗദിയിൽ കുവൈറ്റിലുള്ള ആഗണ്ഡജമാലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്രദർ ബാബു ബ്രദറിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിലാണെങ്കിലും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് 4 ദിവസം കഴിഞ്ഞാണ് വിസ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വിസ കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഞങ്ങൾ അയർലൻഡിലോട്ട് കയറിപ്പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ അയർലൻഡിൽ ചെന്നു. അവിടെ വെച്ച് എൻ്റെ DL ഞാൻ റിന്യൂ ചെയ്തു. എനിക്ക് ദൈവകൃപയാൽ എക്സാം ഡേറ്റ് ജനുവരിയിൽ, എൻ്റെ വിസ തീരുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു എക്സാം ഡേറ്റും കിട്ടി. എക്സാമിന് ഞാൻ പോയപ്പോൾ പല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എങ്കിലും മാതാവ് എന്നെ ശരിക്കും അനുഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. 14 സ്റ്റേഷൻസാണ് ഉള്ളത് ഞങ്ങൾക്ക്. ആ 14 സ്റ്റേഷനിൽ ഞാൻ ഉപ്പിട്ടാണ് പ്രാർത്ഥിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. മാതാവിന് ഇവിടെ വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കിട്ടി. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവും കിട്ടി ഇവിടെ വന്നിട്ട്. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ പാസ്സായി. അതെൻ്റെ ബ്രദറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിലോട്ടാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവിടുന്ന് കുവൈറ്റിലോട്ട് തിരിച്ചു കയറിപ്പോയി. കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത് ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ തിരിച്ചു പോരുവാന്ന് പറഞ്ഞു. സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ചു. മാതാവ് എന്തായാലും എനിക്ക് ഇത്രയും തന്നില്ല, ഇനി മുന്നോട്ട് ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഇവിടെ വന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. വർക്ക് പെർമിറ്റ് കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് വെക്കാൻ വന്നപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ജോയിൻറ്റ് ഫാമിലി വിസ വെക്കാം, അതായത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു.
30 ദിവസം എന്ന് പറയും. മാർച്ച് 27 ഞാൻ വെച്ച വിസയാണ്. 30 ദിവസം എന്നാണ് അവർ പറഞ്ഞത്. ആ വിസ എനിക്ക് ഏപ്രിൽ 7 ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നു, അവിടെ നിന്ന് അവർ വിസ അയച്ചിട്ടുണ്ട്. അത് 2 പേർക്കും വിസ അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 6 എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് ഗിഫ്റ്റൊന്നും തരുന്നില്ലേ? അത് ഏപ്രിൽ 7 എനിക്ക് മാതാവ് വിസ അയച്ചിട്ടുണ്ട്. അത് 2 പേർക്ക്. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് അപ്രൂവ്ഡ്. 2 പേർക്ക് ഇപ്പോൾ ഞങ്ങൾ ഇനി ഈ 27 ഞങ്ങൾ 2 പേരും ഒന്നിച്ച് കയറി പോവാണ് അയർലൻഡിലോട്ട്. ഈ സമയം ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോയ പലരുണ്ട്. അവർ ഒക്ടോബറിൽ വെച്ച് സ്പൗസ് വിസയ്ക്ക് വെച്ചിട്ടുള്ളവർക്ക് ഒക്ടോബറിൽ വെച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്താണ് മാതാവ് ഞങ്ങളെ 2 പേരെ ഒന്നിച്ച്, അത് ജോലി തുടങ്ങുന്നതിന് മുന്നേ ഒന്നിച്ച് കയറ്റിവിട്ടത്. അമ്മ മാതാവിന് 1000 നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. ആ ചൊറിച്ചിലിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഡോക്ടറിനെയും കാണിച്ചിട്ടില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. എൻ്റെ ദേഹത്ത് മൊത്തം സ്ക്രാച്ച് മാർക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിപ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ചൊറിച്ചിലും മാതാവ് ദൈവകൃപ മാറിപ്പോയെന്ന്. ഇതുപോലെ 1000 അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല ഓർഫനേജുകളിലേക്കായിട്ടായിട്ടും പല ചിൽഡ്രൻസ് ഹോമിലേക്കായിട്ടായിട്ടും പൈസ കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പിന്നെ സൗദി വെച്ച സമയത്ത് നമുക്ക് അച്ഛൻ പറയുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ സഹായിക്കാമെന്ന് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവ് എന്നെയും കൊണ്ട് ഇപ്പോൾ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പം ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അവൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവളുടെ ഈ പൈസയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അന്ന് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അവളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പത്രപ്രവർത്തനമായിട്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം, ഞങ്ങൾ പത്രം, ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, പള്ളിയിൽ, റോഡ് സൈഡിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾ മാതാവിനോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും ആണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മേനെ മുറുകെ പിടിച്ച് അമ്മയുടെ സാക്ഷികൾ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അഞ്ചു മേരി മാത്യു എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി ജീവിതത്തിലൂടെ അയർലൻഡ് മൈഗ്രേഷനും ജീവിത പങ്കാളിയോടൊപ്പം ഒരുമിച്ച് അയർലൻഡിൽ പോകുന്നതിനുള്ള വഴികളും സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് തുറന്നു കൊടുത്തതിൻ്റെ സന്തോഷവും അനുഗ്രഹവുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ ആ മൈഗ്രേഷന് തുടങ്ങിയ നാളുകളിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഓരോ സമയത്തും പരിശുദ്ധമ്മയുടെ ഉടമ്പടി നേർത്തവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച സംരക്ഷണം, അത് കൈവിട്ടു പോകുന്നു, അകന്നു പോകുന്നു എന്ന് കരുതിയ നിമിഷങ്ങളിൽ കൂടിയും വീണ്ടും അമ്മ മാതാവ് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് സുരക്ഷിതമായി അയർലൻഡിലേക്ക് എത്തിച്ചേരുവാൻ തക്കവിധം കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത്. വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ്റ് വിസയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കിട്ടുന്നത്, അത് ഒത്തിരി മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കുന്നവർക്ക് പോലും നടക്കാത്തത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ മക്കൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ വഴി തുറന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കൃപാസനത്തിൽ വരുമ്പോൾ ഒരുമിച്ച് താമസിക്കണം എന്ന ഒറ്റ നിയോഗം മക്കൾ സമർപ്പിക്കുമ്പോൾ ആ ഒറ്റ നിയോഗത്തിലേക്ക് പടിപടിയായിട്ടുള്ള അനുഗ്രഹത്തിലൂടെ ജീവിതം ഉയർത്തി ശുഭകരമാക്കിക്കൊണ്ട് അമ്മ മാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിയോഗത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന അമ്മ മാതാവ് അത് ആ നിയോഗത്തെ തന്നെ എലവേറ്റ് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്, ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൂടുതൽ നമുക്ക് ജീവിതത്തിന് ശ്രേയസ്സും നന്മയും വരും വിധം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം കൊടുക്കുമ്പോൾ അതിൻ്റെ മറ്റെല്ലാ മേഖലകളും അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുക. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ആ നിയോഗത്തെ പോളിഷ് ചെയ്യും, ആ നിയോഗത്തെ ഗൈഡ് ചെയ്യും, ആ നിയോഗം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും ഈശോയുടെ കരം പിടിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് നാം സമർപ്പിക്കുന്ന നിയോഗത്തിന്
അനുഗ്രഹമുണ്ട്. അത് ഐശ്വര്യമുള്ള അനുഗ്രഹമായിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.